ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നന്ദേട്ടനോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു. അതിനുള്ള മറുപടി നിനക്ക് ഞാനും തരും. സൂക്ഷിച്ചു നീ. നിന്റെ കയ്യങ്ങളിയൊന്നും ഇവിടെ വേണ്ട. ഇത് ഹോസ്പിറ്റലാ. ഞാനിപ്പോ അറ്റൻഡർമാരെ വിളിച്ച അവര് നിന്നെ ചവിട്ടിക്കൂട്ടി പുറത്ത് വലിച്ചെറി. ഇൻക്യുബേറ്ററിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച കേസിന് നീ അകത്തുവാവും. കാണുന്നു നിനക്ക്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യേ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യാം. അവളുടെ ഒരു പോലീസ് വിളിക്കടി. വല്ല സെക്യൂരിറ്റിക്കാരെയോ പോലീസിനെയോ ആരെന്ന് വെച്ചാ നീ വിളിക്ക്. ഈ അവന്തിക്ക് ആരാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരിക്കൽ കിട്ടിയതുകൊണ്ട് നീ പഠിച്ചില്ല അല്ലടി. അന്ന് നിനക്കത് മനസ്സിലായതുമില്ല. ഈ കൈ കൊണ്ടാ അന്ന് നിനക്ക് പൊട്ടിച്ചത്. ഓർമ്മയുണ്ടോ അന്ന് പർദ്ദയിട്ട് നിന്റെ കവളത്ത് നല്ല ഒന്നാം തരം പൊട്ടീര് തന്നത്? അത് ഞാനാടി. നീ ഇതുപോലെ ചെയ്ത നിന്റെ ശവം ഇവിടെ വീഴും. ഈ പാവത്തെ നീ ഒരുപാട് ചോദിച്ചു. എല്ലാവരുടെ മുൻപിൽ സ്നേഹമുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് കൊല്ലാനായിരുന്നല്ലേ? ഇനി നന്ദന്റെ ദേഹത്തൊരു പോറലേറ്റോ നിന്നെ തീർന്നു കളഞ്ഞ ശവമേ. ഇപ്പൊ നിനക്ക് ഓർമ്മ വന്നോ? ഇതെന്റെ തട്ടക. ഇവിടെ കയറി ഷോ കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നീ ജീവനോട് ഇവിടുന്ന് പുറത്തു പോവില്ല. ഇതിനകത്ത് വെച്ച് ഇതിനെ തീർക്കാൻ പറ്റുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. അവളോട് പറഞ്ഞേക്ക്, അർച്ചനയോട്. അവളും ഈ കുഞ്ഞും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലാന്ന്. നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. അർച്ചനയ്ക്ക് ഈ കുഞ്ഞിന് ഒരു പോറല് പോലും ഏൽക്കാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. മര്യാദയ്ക്ക് ഇറങ്ങി പോടി. ഇതിനൊക്കെയുള്ള മറുപടിയെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. നിൽക്ക്. നീ നന്ദേട്ടനോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു. അതിനുള്ള മറുപടി നിനക്ക് ഞാനും തരും. സൂക്ഷിച്ചു നീ. പാടില്ലായിരുന്നു. നീ ചെയ്തത് വലിയ ബുദ്ധിമോശമായിപ്പോയി. ഈ സമയത്ത് അവരെ ചൊടിപ്പിച്ചത് നല്ലതിനല്ല. നീ ഇവിടെ ഇല്ലായിരുന്നോ? ഇത് മണ്ടത്തരാണെന്ന് നിനക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? അവന്തികയുടെ കാര്യം സാറിന് അറിയാമല്ലോ. ഒന്ന് തീരുമാനിച്ച പിന്നെ മിനിറ്റ് വെച്ചത് ചെയ്തിരിക്കണം. എന്നിട്ട് അവളത് പറഞ്ഞ ഉടനെ നീയും ചാടി പുറപ്പെട്ട അവളുടെ കൂടെ പോയി അല്ലേ? ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അമ്മാവൻ പറയുന്നേ? വന്നതെല്ലാം വിധിയെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കണോ? അതോ എന്നെ വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ ഒന്നിനും കൊള്ളാത്തവളായിട്ട് എല്ലാം കണ്ടും കേട്ട് നിൽക്കണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതികാരം ചെയ്യണം, അവരെ ഇല്ലാതാക്കണം. പക്ഷേ ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങൾ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും നീ നേരിട്ട്. അവിടെ വെച്ച് നിന്നെ അവര് പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പത്രത്തിൽ വാർത്തയും നാണക്കേടും. ഹോ, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ.
നിന്റെ പ്ലാനുകളെല്ലാം പരാജയപ്പെട്ടു പോകാനുള്ള കാരണം ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങളാണ്. ഇനിയെങ്കിലും അതൊക്കെ നീ ഒന്ന് അവസാനിപ്പിക്കണം. അമ്മാവാ, എന്റെ വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എന്തും ചെയ്യാനുള്ള എന്റെ ധൈര്യമാ ഇത്രയും കാലം എന്നെ നെല്ലിശ്ശേരിയുടെ മരുമകളാക്കി നിലനിർത്തിയത്. ഇപ്പൊ ഞാൻ അവിടുന്ന് പുറത്തായി. പക്ഷേ അവന്തിക ഒരു പരാജയമാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. എന്റെ അനിയത്തിയും കൂടെ ചേർന്നാ എന്നെ വെല്ലുവിളിച്ചത്. അവൾക്കെന്താ അവന്തികയോട് ഇത്ര ശത്രുത? അവന്തികയെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടും പിന്നെ എന്തിനാ അനഘ അവിടെ താമസിക്കുന്നത്? ആദ്യമൊക്കെ അവൾ എന്റെ കൂടെ നിന്നു. പിന്നെ പിന്നെ പൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്തായി. എന്തിനും ഏതിനും അവരുടെ കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നോട് ശത്രുത കാണിച്ചതുകൊണ്ട് അവളിപ്പം നെല്ലിശ്ശേരിയിലെ എല്ലാവരുടെയും പൊന്നോമനയാ. ആദ്യം തീർക്കേണ്ടത് അവളെയാ. ഒക്കെ ശരിയാണ്, നീ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എടുത്തുചാടി ഇപ്പോഴൊന്നും വേണ്ട. കാര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമായി മാറുന്നൊരു സമയം വരും. ആ സമയത്ത് അടിക്കണം. അതുവരെ നീ പത്തി താഴ്ത്തി കാത്തിരിക്കണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റിയെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. അതൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവസാനത്തെ അടിക്കുള്ള ആയുധങ്ങൾ അതെല്ലാം. അതിലൊന്നും ഒരു പിഴവും വരരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അമ്മാവാ, തോറ്റുപോയവളല്ല അവന്തിക. ഇപ്പോഴും ജയിച്ചു തന്നെയാ നിൽക്കുന്നത്. എന്റെ ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് തീർത്തു കെട്ടാനുള്ള ആയുധങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. എന്തൊക്കെയോ ചില പദ്ധതികൾ നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയാറായിട്ടില്ല. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെയും മക്കളെയും വട്ടപൂജയാക്കി തെരുവിലേക്ക് ഇറക്കിവിടും ഞാൻ. എന്നിട്ട് എന്റെ അച്ഛന്റെ ചോര വീണ പണം കൊണ്ട് അയാൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അമ്മാവൻ പറഞ്ഞതുപോലെ അതിന്റെ കാര്യത്തിൽ എടുത്തുചാടി ഞാൻ ഒന്നും ചെയ്യില്ല. എല്ലാം ആലോചിച്ചുറപ്പിച്ച് മാത്രമേ ചെയ്യൂ. എന്നാലും അതെന്താണെന്ന് അമ്മാവനോട് പറഞ്ഞൂടെ? പറയാം, സമയാവട്ടെ. ആ തന്തയുടെയും മക്കളുടെയും ജീവിതത്തിലേക്ക് ഒരാറ്റം ബോംബ് പോലെയായിരിക്കും അത് വന്ന് വീഴുന്നത്. അതിന്റെ ശക്തിയിൽ നെല്ലിശ്ശേരിയും സേതുമാധവനും മക്കളും എല്ലാം കത്തിച്ചാമ്പലാവും.